ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആയിട്ടാണ്. ഇത് നമുക്ക് വാൾ ഡെക്കർ ആയിട്ടോ വാൾ ഹാങ്ങിങ് ആയിട്ടോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വൈറ്റ് പേപ്പറാണ്. ഈ വൈറ്റ് പേപ്പർ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണേ. നമുക്ക് ഏത് സൈസിലുള്ള ഫ്ലവർ ആണോ വേണ്ടത് അതിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് ഈ പേപ്പർ ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാട്ടോ ഫ്ലവർ ഉണ്ടാക്കുന്നത്. നല്ല വലുതുമല്ല നല്ല ചെറുതുമല്ല. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പേപ്പർ കട്ട് ചെയ്യേണ്ട സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നീളവും വീതിയും ഒരേ സെൻറ്റിമീറ്റർ ആട്ടോ എടുക്കുന്നത്. നമ്മളിപ്പോൾ 3 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെങ്കിൽ നീളവും വീതിയും 3 സെൻറ്റിമീറ്റർ എടുക്കാം. അതേ രീതിയിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സെൻറ്റിമീറ്ററുള്ള ഫ്ലവറാണോ വേണ്ടത് അതനുസരിച്ച് ഒരേ രീതിയിൽ എടുക്കാം. നീളവും ഒരേ രീതി, വീതിയും ഒരേ രീതിയിൽ അതേപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതാ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഈ പീസിനൊന്ന് ക്രോസ് ആക്കി മടക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യണേ. ഇനി നമുക്ക് ഇതിന് ഒന്നുകൂടി മടക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മടക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അതിനുശേഷം ഇതാ ഇതേപോലെ ഒന്നുകൂടി മടക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പെറ്റൽ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടി പെൻസിൽ വെച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അതൊന്ന് വരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ ഒരു ഫ്ലവർ രൂപമായല്ലോ. ഇനി നമുക്കിതിന് ഒന്നുകൂടി സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഞാനിതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സും കൂടി നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഫ്ലവർ ചെയ്തതിന് ശേഷം ഈ പെറ്റൽസൊക്കെ ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം നമ്മൾ ഫ്ലവർ ഗ്ലൂ ഒട്ടിക്കുന്നില്ലേ അതിൻ്റെ മുൻപായിട്ട് പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബാമ്പു സ്ക്വയർസ് വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ഒന്ന് പെറ്റലൊന്ന് ഒരു മടങ്ങിയ ഷേപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലാണ്ട് പേപ്പർ രൂപത്തിലാകുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സും കൂടി നമുക്ക് വേണേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടല്ലോ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു കാർഡ്ബോർഡ് പീസ് വേണേ. അപ്പോൾ ഞാനിതാ ഒരു അധികം കട്ടിയില്ലാത്ത ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാർഡ്ബോർഡ് പീസ് എന്ന് പറയുന്നത് നമ്മൾ കളർ പേപ്പറിൻ്റെ ബാക്കിലുണ്ടാകുന്ന ഒരു ചട്ടകാണ് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കോ അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. അധികം കട്ടി വേണ്ട, പിന്നെ അധികം ഒടിഞ്ഞും പോകരുത്, അങ്ങനത്തെ രീതിയിലുള്ള കാർഡ്ബോർഡ് എടുക്കാം. ഇനി ഈ കാർഡ്ബോർഡ് പീസിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കവർ ചെയ്യാനായിട്ട് ബ്ലാക്ക് കളർ പേപ്പറാണ് എടുക്കുന്നത്. ഈ ബ്ലാക്ക് കളർ പേപ്പർ കൊണ്ട് നമുക്കിതൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. പെയിൻറ്റ് യൂസ് ചെയ്യാതെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞവർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അതിന് പകരം പെയിൻറ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കാർഡ്ബോർഡ് പീസിൽ നമ്മളിപ്പോൾ കളർ പേപ്പർ കവർ ചെയ്തെടുക്കല്ലേ ചെയ്യുന്നത്, അതേപോലെ ഈ പീസിൽ ഫുള്ളായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ ഞാനിതാ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മരം വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ മരം വരച്ചു കൊടുക്കാനായിട്ട് ഞാൻ ബ്ലാക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് അല്ലേ അതൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ പെയിൻറ്റ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാനിവിടെ അതിന് പകരമായിട്ട് പെയിൻറ്റിന് പകരമായിട്ട് വൈറ്റ് പേപ്പറിൽ തന്നെ ഒരു മരം വരച്ചെടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒരു മരം വരച്ചെടുക്കാം കേട്ടോ. കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് ഒരു മരം വരച്ചെടുക്കുകയാണേ. അപ്പം ഞാനിതാ ഇതേപോലെയാണ് വരച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മരമൊക്കെ വരയ്ക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ അതനുസരിച്ച് വരച്ചെടുക്കാം കേട്ടോ. ആ മരത്തിന് മാത്രം കട്ട് ചെയ്തെടുക്കാം. ചുളിവൊന്നും വരാത്ത രീതിയിൽ തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കാർഡ്ബോർഡ് പീസിൽ കളർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചില്ലേ, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ മരം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പേപ്പേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളുമല്ലോ. അപ്പോൾ ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് വെച്ച് നോക്കാം, അതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ, ബ്ലാക്കിൽ വൈറ്റ് വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നതൊക്കെ എങ്ങനെയാണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിക്കുക കേട്ടോ. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ഒട്ടിക്കുക കേട്ടോ. ഇപ്പം ഞാനിതാ ഓരോന്നിലും കുറച്ച് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ബ്ലാക്കിൽ ബ്ലാക്കിൽ വൈറ്റ് മരം വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്ലവേഴ്സും കൂടി വന്നപ്പോൾ അടിപൊളിയായിട്ടില്ലേ. ഇനി ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുകയാണേ. ഇപ്പോൾ എങ്ങനെയാണോ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് ഫ്ലവേഴ്സാണ് ഒട്ടിച്ചെടുക്കേണ്ടതെങ്കിൽ കുറച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെയ്ത ഫ്ലവേഴ്സ് ഫുള്ള് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് A4 ഷീറ്റ് വെച്ചിട്ടില്ല ചെയ്തത്. അപ്പോൾ A4 ഷീറ്റ് ഇല്ലാത്തവരാണെങ്കിൽ പഴയ നോട്ട് ഉണ്ടാവുമല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള നോട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ പേപ്പേഴ്സ് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ മരത്തിൻ്റെ താഴെയൊക്കെ ശ്രദ്ധിച്ചാൽ കാണല്ലോ, ചില ഫ്ലവേഴ്സൊക്കെ വീണെടുക്കൂലേ, അതേപോലെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ താഴത്ത് നമ്മളിതാ കുറച്ച് ഫ്ലവേഴ്സൊക്കെ എങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണേ. പിന്നെ നമുക്ക് ഈ ഇതളുകളൊക്കെ കൊഴിഞ്ഞു പോകില്ലേ, ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഒരു കുഞ്ഞു കുഞ്ഞു ഇതൾ വെട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വൈറ്റ് പേപ്പർ വെച്ചിട്ട് തന്നെ, വൈറ്റ് പേപ്പർ ആകുമ്പോൾ തന്നെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അത് നമുക്ക് വാൾ ഡെക്കറായിട്ടോ വാൾ ഹാങ്ങിങ് ആയിട്ടോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ, കുട്ടികൾക്ക് പോലും ചെയ്യാവും. പിന്നെ അത് വളരെ സിമ്പിളാണ് ചെയ്യാൻ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള വെറൈറ്റീസ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവുമല്ലോ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടും കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.